എടാ എല്ലാരും ഒന്ന് വന്നേ. എന്താടാ? എടാ സീനിയേഴ്സ് വിളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് രാത്രി. ആരാണ് വിളിപ്പിച്ച? എടാ അനുവും ഡേറ്റ്സും ഇല്ലേ പോരാ, സിഗരറ്റ് എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ ഇവിടെ വന്നിട്ടുള്ളൂ. ഇപ്പോഴേ അവരോട് റോങ് ആവാൻ നിൽക്കണ്ട. നമ്മൾ ഇന്ന് രാത്രി അവിടെ പോകുന്നു, തിരിച്ചു വരുന്നു, അവിടെ കഴിയണം എല്ലാം. അവന്മാരിപ്പോഴാ സമയം പറഞ്ഞത്. ഒരു 8:30 ആവുമായിരിക്കും. അവന്മാര് വന്നിട്ടുണ്ട്. അപ്പോൾ നീ പറയുന്നത് ലാസ്റ്റ് ട്യൂസ്ഡേ നിങ്ങൾ 5 പേരെ സീനിയേഴ്സ് റാഗ് ചെയ്തു എന്ന്. ഇഫ് യു ആർ കംഫർട്ടബിൾ അന്ന് നടന്നു നോക്കൊന്ന് പറയാമോ? നിങ്ങളായിട്ട് പറയണോ അതോ? അയ്യോട്ടാ ഞങ്ങളല്ലേ ഇവന്മാരൊന്നും ഇങ്ങനെ ചോദിച്ചിരിക്കുമല്ലേ. ഇതിങ്ങോട്ട് വന്നാ ചോദിക്കട്ടെ. നിനക്കെന്താടാ സീനിയേഴ്സിനെ പേടി ബഹുമാനമൊന്നുമില്ലേ? എന്താടാ മൈര, നിനക്ക് താടി ഓടിക്കാൻ അറിയില്ലേ? ഇതെന്റെ പേര് അലക്സ്. ആയിപ്പോടുന്നില്ലോ. ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഈസിയോ? ആരുടെ ഡിപ്പാർട്ട്മെന്റ് ഇല്ലല്ലോ ഇവിടെ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ. എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രം. നിന്നെ പുറത്ത് ഉമ്മാരോടൊന്നും കണ്ടിട്ടില്ലല്ലോ. അതേട്ടാ. തരും കൊണ്ടോടല്ലേ ഇവനാണ് അമ്മയുടെ കളി വണ്ടി. നീ വലിക്കോ? ഇല്ല വലിക്കും. ഇവന്റെ നാട്ടില് വലിയ കഞ്ചാവാണല്ലോ. പക്ഷെ അല്ലേ വലിക്കൂലെന്ന്. എന്നാ പിന്നെ അവനെ വലിപ്പിച്ചിട്ടാടാ. വേണ്ട വേണ്ട. അവിടെ ഒരു കിണറുണ്ട്, എന്നാ പോയി കുറച്ച് വെള്ളം എടുത്തിടാ. എന്നാ കൊണ്ടു വരാൻ പറ്റുള്ളൂ. അക്കായി പേടിച്ചാ? കുറച്ചിന് ഇനിയിപ്പോ നിങ്ങളൊക്കെ നമ്മളെ പിള്ളേരാണ്, മനസ്സിലായില്ലേ? അതിന് വേണ്ടി നമ്മളൊരു കാര്യം വിളിച്ചത് അല്ലേ? എന്താവശ്യം നമ്മളോട് പറഞ്ഞേ. നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊടുക്ക. പക്ഷെ കൊടുത്ത റിട്ടേൺ കംപ്ലൈൻറ്റ് തന്നാൽ വേണ്ട നടപടികൾ എടുക്കാം. നീയാണ് കംപ്ലൈൻറ്റ് തന്നതെന്ന് ഞാനും പ്രിൻസിപ്പളും അല്ലാതെ വേറെ ആരും അറിയില്ല. ഇവന്മാര് കൊടുക്കുന്നില്ലടാ. അഥവാ കൊടുത്താ നമ്മളറിയേ. അവന്റെ പേരും ഡിപ്പാർട്ട്മെന്റും മെൻഷൻ ചെയ്തിട്ടില്ലേ? ഞാൻ അനൂപ്, ഫൈനൽ ഇയർ CS. ആസിഫ്, ദേവൻ, ഞാൻ ഷാഫി.
സച്ചിൻ, തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി പിള്ളേരെല്ലാവരും ഓക്കെ അല്ലേ? അതെ സാർ, ഓക്കെയാണ്. കണ്ടോ? ഇല്ലടാ, മച്ചാനത്തെ സംഭവത്തിന് ശേഷം കുറച്ച് ഡെസ്പാണ്. എന്നോടെല്ലാം പറഞ്ഞായിരുന്നു. ഏയ് അതൊന്നും അല്ലടാ, അവന്റെ വീട്ടിൽ എന്താ ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ നമ്മളടുത്ത് പറയും. ബാക്കി മറ്റേ പയ്യല്ലേ അതെ സൂയിസൈഡ് ചെയ്ത് അവനോ? നീ നമ്മുടെ ഭാഗത്തുനിന്ന് വരതിട്ട് നല്ലടാ. ഇത്രയും ദിവസമായില്ലേ, അന്ന് വീട്ടിലെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചട്ടം ഞാൻ എന്ത് കുറിച്ചതാ. പിന്നെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് രക്ഷപ്പെട്ടാണ് കേട്ടെ. നാളെ എൻ്റെ വീട്ടിൽ നിന്ന് അതിൻ്റെ സാധനങ്ങൾ എടുക്കാനായിട്ട് ആള് വരും. എന്നാലും എന്തിനായിരിക്കും അവൻ? ബിസിനസ് അന്ന് പറഞ്ഞില്ലടാ, ആഗ്നൈസ് അവിടെ തോക്കല്ല. അന്നാ അതിന്റെ ഒക്കെ ഒരു വിചാരമുണ്ട്, എന്തൊക്കെ പോലെ ആയിട്ട് അടുത്താലും നമ്മളൊരു ചുക്കും ചെയ്യില്ലാവുന്നുണ്ട്. ഇപ്പൊ എന്നിട്ട് എന്താടാ, ആർക്കാ പോയത്? നിങ്ങൾ അവന്റെ വീട്ടിൽ പോയിരുന്നൂലേ? ഞങ്ങളെല്ലാരും പോയിരുന്നു, എല്ലാം കഴിഞ്ഞിട്ടാ തിരിച്ചു. എന്റെ വീട്ടിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കുമല്ലേ. എന്നാ പിന്നെ ശരിയടാ. ലൂബേട്ടാ, ചേട്ടനോന്നല്ലോ ആ ഫാമിലി ഇഷ്യൂസ് കൊണ്ട് മാത്രമാണ് അതെങ്ങനെ പറ്റിയത്. ഹലോ സച്ചിൻ, ഇത് അനൂപ് സാറാണേ. തൻ്റെ പരാതി പ്രകാരം അവരെയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ മനസ്സിൽ നിന്നെടുത്ത കളയൊക്കെ. ഇനി ഞങ്ങളൊക്കെ കൂടെ കാണും. ഓക്കെ അല്ലേ? അവന്റെ മരണത്തിന് ഉത്തരവാദി ചേട്ടനോടിയാ. ഓരോ മാറ്റത്തിൻ്റെയും തുടക്കം ഓരോ തിരിച്ചറിവുകളാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും എൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാവില്ല. ഇനിയൊരു അനൂപോ അലനോ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രമിക്കും.